ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ എഫക്റ്റീവായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെ എഫക്റ്റീവായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ രണ്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് കെസ് എന്നാണ്. കെസ്, KESS, കെസ്. എന്താണ് കെസ് നമ്മളോട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ കെസ് നമുക്ക് നൽകുന്ന സൂചന എന്താണ്? കെ സ്റ്റാൻഡ്സ് ഫോർ നോളജ് ആണ്, അറിവ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആർക്കും തർക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അറിവുണ്ടാകണമെങ്കിൽ ഒരു ഗൃഹപാഠം നടത്തുക എന്നുള്ളത് ആണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര നല്ലൊരു സ്പീച്ച് ആണെങ്കിലും, അല്ലെങ്കിൽ എത്ര ചെറിയൊരു സ്പീച്ച് ആണെങ്കിലും, അത് ചെറിയൊരു കാര്യമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെങ്കിലും, അനുദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും, ഒരു ഗൃഹപാഠം നടത്തിയതിനു ശേഷം നമ്മൾ ആ സബ്ജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്കൂളിലെ ടീച്ചർമാർ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം 35 കൊല്ലവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണെങ്കിൽ പോലും ഒരു നല്ല ടീച്ചറാണെങ്കിൽ തീർച്ചയായും ക്ലാസ് എടുക്കാൻ വരുന്നതിനും ഒരുങ്ങിയിട്ടായിരിക്കും വരിക. എന്താണ് ഈ ഒരുക്കം? ഈ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നത്, വളരെ ക്രമത്തിൽ ഓർക്കുന്നത്, എങ്ങനെ ഡെലിവറി ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്, അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്കും ഇത് അപ്ലിക്കബിൾ ആണ്. വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ, ഒരുപക്ഷെ നമ്മൾ ഒരു ഇന്റർവ്യൂവിനുമായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസന്റേഷൻ നടത്താനുണ്ടായിരിക്കാം. അങ്ങനെ ഏത് സാഹചര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കേസിൽ വരുന്നത് ഇ ആണ്. ഇ സ്റ്റാൻഡ്സ് ഫോർ ഐ കോണ്ടാക്ട്. നമ്മൾ ആരുടെ മുൻപിലാണോ പ്രസന്റേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ആരോടാണോ, ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ വലിയ ഓഡിയൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ ഇടത്തെ അറ്റത്തും വലത്തെ അറ്റത്തും ആളുകളുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരെയും നോക്കുന്നതിന് നമ്മൾ പ്രത്യേകം പരിശീലനം നേടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓഡിയൻസിൽ ഓരോ വ്യക്തികളുമായിട്ട് ഒരു ആത്മബന്ധം പുലർത്താനും ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാനും, നമുക്ക് നമ്മളുടെ ആശയങ്ങൾ ഓരോ വ്യക്തികളിലേക്ക് നമ്മളുടെ ഫീലിങ്ങോടുകൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് സാധിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലും നിങ്ങൾക്ക് തർക്കം ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് യെസ്. KES. S സ്റ്റാൻഡ്സ് ഫോർ സ്മോൾ സെന്റൻസസ്. ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച്, കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട്, വാചകങ്ങളായിട്ട് നമ്മൾ പറയാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ അറിവിന് അനുസരിച്ചുള്ള ഒരു അറിവുള്ള ഒരാളായിരിക്കണമെന്നില്ല നമ്മളുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ വളരെ നീട്ടി പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് അയാൾക്കത് അബ്സോർബ് ചെയ്യാൻ, സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ കഴിയണമെന്നില്ല. അപ്പോൾ നല്ല എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരാളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീച്ചിലെ ഓരോ സെന്റൻസുകളും ചെറുതായിരിക്കട്ടെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു എസ് ആണ്. KESS. എന്താണ് നാലാമത്തെ കാര്യം? നാലാമത്തെ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് ആവുക എന്നുള്ളതാണ്. സ്പെസിഫിക് ആവുക, വളരെ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഞാൻ ഈ അബ്രിവേഷൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കെസ് എന്നുള്ളൊരു അബ്രിവേഷൻ ഞാൻ എടുത്തു. കെ എന്താണ്, ഇ എന്താണ്, എസ് എന്താണ്, എസ് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, മനസ്സിലായി. ഇതേ തരത്തിൽ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളെ വളരെ സിമ്പിളായി അതിനെ സ്പെസിഫിക് ആക്കിക്കൊണ്ട് പറയുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. എന്നാൽ ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. എന്താണ് രണ്ടാമത്തെ ഭാഗം പറയുന്നത്? ഇനി രണ്ടാമത്തെ ഭാഗം പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ ശബ്ദവും അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് RSVP എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്നതിന് മുമ്പ് നമ്മളുടെ മുൻപിൽ RSVP എന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഥം എന്നാണ് അർത്ഥം. R സ്റ്റാൻഡ്സ് ഫോർ റിഥം. എന്താണ് റിഥം? റിഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ താളമാണ്. ഞാൻ ഈ സംസാരിക്കുന്നതിലും ഒരു താളമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിനും തീർച്ചയായിട്ടും ഒരു താളമുണ്ട്. ആ താളത്തെ കൂടുതൽ താളാത്മകമാക്കുവാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങളുടെ ഓഡിയോ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മിറർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് RSS. S സ്റ്റാൻഡ്സ് ഫോർ സ്പീഡാണ്. അതായത്
നമ്മൾ സംസാരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു സ്പീഡുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്പീഡുണ്ട്, നിങ്ങൾക്കും അതുപോലെ ഒരു സ്പീഡ് ഉണ്ടാവും. എന്നാൽ തിരിച്ചറിയേണ്ട കാര്യം, 1 മിനിറ്റിൽ 60 വേർഡിനേക്കാൾ കുറവ് സംസാരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. കയറ്റത്ത് വണ്ടി കയറുന്നത് പോലെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള തീരെ സ്പീഡ് കുറഞ്ഞ് നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഒന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ എത്ര വാക്കുകൾ 1 മിനിറ്റിൽ ഉരുവിടുന്നുണ്ട്. ഞാൻ മീൻസ് നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സ്പീഡ് എത്ര വരെ പോകാം, 90 മാക്സിമം 100 പെർ മിനിറ്റിൽ. അതായിരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഉപകരിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നത് പോലെയായിരിക്കും കേൾക്കുന്ന ആൾക്ക് അത്ര മനോഹരമായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം എല്ലാവരുടെയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി, സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയതുകൊണ്ട് കൂടുതൽ സ്പീഡിൽ സംസാരിച്ചാൽ അവർക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. എന്താണ് ഈ മൂന്നാമത്തെ പോയിന്റ്? വി സ്റ്റാൻഡ്സ് ഫോർ വോളിയം. നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്ന രീതിയിൽ, ഓഡിയബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതും തീരെ കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതും ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഒരിക്കലും യോജിച്ചതല്ല. അപ്പം അതുകൊണ്ട് ആർ മനസ്സിലാക്കി എന്താണ് റിതം, എസ് മനസ്സിലാക്കി സ്പീഡ്, വി മനസ്സിലാക്കി വോളിയം. ഇനി അടുത്ത ലാസ്റ്റാണ് പി സ്റ്റാൻഡ്സ് ഫോർ പിച്ച്. പിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ സരിഗമ പദനിസ പാടിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ സായും അവസാനത്തെ സായും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഇമ്പം കിട്ടുന്ന രീതിയിൽ ഒരു മധ്യത്തിൽ ഉള്ള പിച്ച് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ നമ്മളെ ശബ്ദത്തിന് മേച്ചാവുന്ന രീതിയിലുള്ള ഒരു പിച്ച് നമ്മൾ സംസാരിക്കുക. ഒരുപക്ഷെ തിരക്കുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കും. ഈ നിയമങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. എങ്കിലും പരമാവധി നല്ല പിച്ചിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇത് RSVP ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നിങ്ങൾക്ക് ഒരു ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്താണ്. നിങ്ങൾ ടെലിഫോണിലൂടെ സംസാരിക്കുമ്പോൾ അലറി മുറിച്ചു കഴിഞ്ഞാൽ അങ്ങേ തലത്തിൽ നിൽക്കുന്ന ആളുകൾക്കും ആ ഫീലിംഗ് കിട്ടും. കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ടെലിഫോൺ ഇങ്ങനെ ദൂരെ പിടിച്ചുകൊണ്ട് കേൾക്കുന്നത്. നമ്മൾ അത്രയ്ക്കും അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു ഓഡിയബിൾ ആയിട്ടുള്ള ഒരു മീഡിയം വോളിയത്തിൽ സംസാരിക്കുക. അതുപോലെ തന്നെ ഹൈ പിച്ചിൽ ഉപയോഗിക്കരുത്. അപ്പോൾ അത് ഹൈ പിച്ച് ഉപയോഗിക്കാതെ നല്ല പിച്ചിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ടുള്ളത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്ന് RSVP, 2 KESS. റിതം, സ്പീഡ്, വോളിയം ആൻഡ് പിച്ച്, നോളജ്, ഐ കോൺടാക്ട് ആൻഡ് സ്മോൾ സെന്റൻസ് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഈ സബ്ജക്റ്റിൽ നിന്നും ഇപ്പോൾ വിട പറയുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ നിർത്തട്ടെ. അതിനിടയിൽ ഒരു ചെറിയ ഇടവേള, വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. താങ്ക് യു. ഗുഡ് ബൈ.